ചേച്ചി, വേറൊരു സംഭവം ഉണ്ടായി. ചേച്ചി ഈ പ്രശ്നത്തിൻ്റെ ഇടയിലായതുകൊണ്ടും ചേച്ചിയെ പിന്നെ കാണാൻ കിട്ടാഞ്ഞതുകൊണ്ടും എനിക്കത് ചേച്ചിയോട് പറയാൻ പറ്റിയില്ല. സാന്ദ്ര അവളുടെ മനസ്സ് മാറ്റാൻ എന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും ആമി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. ഞാനിന്നലെ ചേച്ചിയുടെ ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്തു. അവൾ പറഞ്ഞതും ആമി ഞെട്ടി വീണ്ടും നോക്കി. ആരെ? ആമി സംശയത്തോട് ചോദിച്ചു. ചേച്ചിക്ക് എത്ര ഫ്രണ്ട് ഉണ്ട് ഇവിടെ? അത് കേട്ടതും അവൾ കപടദേഷ്യത്തോടെ തിരികെ ചോദിച്ചു. ഫെലിക്സ്. ആമി സംശയത്തോടെ അവളെ നോക്കി. അതെ, ഫെലിക്സ് ഏട്ടനെ. സാന്ദ്ര ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും ആമി ഞെട്ടി. അതിന് നിനക്കവനെ? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അവൾക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഏട്ടനെ ഇഷ്ടമായിരുന്നു. എന്താണെന്നറിയില്ല, ഏട്ടൻ്റെ ക്യാരക്ടറും പിന്നെ ഏട്ടൻ ആ ഋതു ചേച്ചിയെ സ്നേഹിച്ച കാര്യങ്ങളൊക്കെ ചേച്ചി എന്നോട് പറഞ്ഞില്ലേ, അതൊക്കെ കേട്ട് എനിക്ക് ആദ്യം ഏട്ടനോട് ഭയങ്കര ബഹുമാനവും മറ്റും തോന്നി. അത് പിന്നെ ഒരു ഇഷ്ടമായിട്ട് മാറി. ഇന്നലെ അവസരം കിട്ടിയപ്പോൾ ഞാനത് ഏട്ടനോട് പറയുകയും ചെയ്തു. സാന്ദ്ര ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. നീ ഇതുവരെ എന്നോടിത് പറഞ്ഞില്ലല്ലോ? അവൾ പരിഭവം പോലെ പറഞ്ഞു. അത് ചേട്ടനോട് തന്നെ ഞാൻ പറയണമെന്ന് കരുതിയതല്ല ചേച്ചി. ഒരവസരം വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാ. പിന്നെ പറഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ, നാളെ പറഞ്ഞില്ലല്ലോ എന്ന് വിഷമം ഉണ്ടാവില്ലല്ലോ. അവൾ ആമിയെ നോക്കി. എന്നിട്ട് അവൻ എന്താ മറുപടി പറഞ്ഞത്? അവൾ സംശയത്തോട് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ നിർബന്ധിക്കാനും പോയില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എനിക്ക് ഏട്ടനോട് ഇഷ്ടം തോന്നി, ഞാനത് ഏട്ടനോട് തുറന്നു പറയുകയും ചെയ്തു. ഇനി തീരുമാനം എടുക്കേണ്ടത് ഏട്ടനാ. ഏട്ടൻ തീരുമാനിച്ചിട്ട് പറയട്ടെ എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. ചേച്ചി ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതിയെന്ന്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആമി പുഞ്ചിരിച്ചു. അവൾ എല്ലാം ഒരു പോസിറ്റീവ് മൈൻഡിലാണ് എടുക്കുന്നതെന്ന് ആമിക്ക് ഒരു നിമിഷം തോന്നി. നിന്നെ അവൻ തിരിച്ചിഷ്ടപ്പെടുകയാണെങ്കിൽ അത് അവൻ്റെ ലക്കാണെന്നും അതുപോലെ തിരിച്ച് നിൻ്റെയും ലക്കായിരിക്കും. അവനെപ്പോലെ ഒരു പയ്യനെ ഈ നൂറ്റാണ്ടിൽ കിട്ടാൻ നീയും നിന്നെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ അവനും ഭാഗ്യം ചെയ്തിരിക്കണം. നിങ്ങൾ പരസ്പരം ഒന്നിച്ച അടിപൊളി ജോഡിയായിരിക്കും. ഞാൻ അവനോട് പറയാം നിന്നെ എൻ്റെ നാത്തൂനാക്കാൻ. ആമി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അയ്യേ പോ ചേച്ചി, എനിക്ക് നാണം വരുന്നു. സാന്ദ്ര നാണത്തോടെ അവളോട് പറഞ്ഞതും അവളുടെ ആക്ഷനും സംസാരവും കേട്ട് ആമി ചിരിച്ചു. ഇനി നിന്റെ ഈ ഏട്ടാവിളി നിർത്തണം കേട്ടോ. നമ്മുടെ ഭാഷയിലുള്ള എന്തേലും വിളിക്ക്. അവൾ സാൻഡ്രയോട് പറഞ്ഞു. ആദ്യം ഏട്ടനെന്താ പറയണതെന്ന് നോക്കട്ടെ, എന്നിട്ട് വിളിക്കാം. വെറുതെ ആഗ്രഹിച്ചിട്ട് ലാസ്റ്റ് അത് വേണ്ട ചേച്ചി. സാൻഡ്ര പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ചേച്ചിയും ആദിസാറും ഒന്നിച്ചാലും അടിപൊളി ജോഡിയായിരിക്കും. സത്യം പറയാലോ ചേച്ചി, നിങ്ങൾ തമ്മിൽ ഭയങ്കര ചേർച്ചയാ. ഈ മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിങ്ങൾ ഒന്നിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദിസാറ് ഭയങ്കര എന്താ ഇപ്പം പറയുക, ഒരു യുണീക്കാണ്. സോ ചേച്ചി ലക്കിയ. സാറ് മാത്രമല്ല, സാറിൻ്റെ ഫാമിലിയും. സാന്ദ്ര പറഞ്ഞതും ആമി അതിന് മറുപടി ഒന്നും പറയാതെ റോഡിലേക്ക് നോക്കി. അവൾ പിന്നെ ഒന്നും തന്നെ പറയാൻ പോയില്ല. നല്ല തണുപ്പുണ്ട് ചേച്ചി, വാ നമുക്ക് റൂമിലേക്ക് പോകാം. സാൻഡ്ര അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ നിന്നിട്ട് വരാം സാൻഡ്ര. ആമി പറഞ്ഞതും പിന്നെ സാൻഡ്രയ്ക്കൊന്നും പറയാൻ തോന്നിയില്ല. സാൻഡ്ര പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫെലിക്സ്. ആമി അവർ ചതിയിൽ വീഴ്ത്താൻ നോക്കിയതും സാൻഡ്ര പ്രപ്പോസ് ചെയ്തതൊക്കെയായിരുന്നു അവൻ്റെ മനസ്സിൽ കൂടി ആ നിമിഷം കടന്നുപോയത്. അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ആരാണെന്നുള്ള സംശയത്തോടെ അവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും അറിയാത്തൊരു ദുബായ് നമ്പർ ആയിരുന്നു. അത് കണ്ടതും അവൻ സംശയത്തോടെ കോൾ എടുത്തു. ഹലോ ഹലോ. മറുവശത്ത് ഒരു സ്ത്രീ ശബ്ദം. ആരാ? അത് കേട്ടതും അവൻ സംശയത്തോടെ തിരികെ ചോദിച്ചു. ഞാൻ ഋതുവാ. മറുവശത്തു നിന്നുള്ള അവളുടെ മറുപടി കേട്ടതും അവൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. അവളുടെ ശബ്ദം കേട്ടതും അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കോള് കട്ട് ചെയ്യണോ, അവളോട് സംസാരിക്കണോ എന്നുപോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഫെലിക്സ്. അത് എനിക്ക് ഒന്ന് സംസാരിക്കണമായിരുന്നു. പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. അത് എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, അവൾ അവനോട് പറഞ്ഞു. അതിനവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു. നല്ലൊരു ഡോക്ടറിൻ്റെ ആലോചന വന്നപ്പോൾ വീട്ടുകാർക്ക് താല്പര്യം തോന്നി. നിനക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അച്ഛനും അമ്മയും ഇത് നടത്തണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹത്തിന് വേണ്ടി ഞാൻ നിന്നുകൊടുത്തതല്ലാതെ എനിക്കിതിൽ താല്പര്യമില്ലായിരുന്നു. അവൻ പറയുന്നത് കേട്ടതും അവൾ ഞെട്ടിപ്പോയി. താൻ പറയാനിരുന്ന വാക്കുകൾ തന്നെയായിരുന്നു അവൻ തന്നോട് പറഞ്ഞത്. ഇത് തന്നെയല്ലേ നീ എന്നോട് പറയാൻ വന്നത്? അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല. ഋതു, ഇത് ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളും പറയുന്ന ഒരു ക്ലീശേ ഡയലോഗാണ്. നീയും അത് തന്നെ എന്നെ ബോധിപ്പിക്കാൻ പറയാൻ നിൽക്കണ്ട. ഞാൻ നിന്നിൽ നിന്നും മറ്റൊരു കാരണമാണ് ഋതു ആഗ്രഹിക്കുന്നത്. അവൻ പറഞ്ഞതും അവൾക്ക് തിരികെ എന്തു മറുപടി പറയണമെന്നറിയില്ലായിരുന്നു. അവൾ എന്തു പറയണമെന്നറിയാതെ വിക്കി.
ഋതു, നീ ഇനി ഓരോന്നും പറഞ്ഞ് എന്നെ ബോധിപ്പിക്കാൻ നിൽക്കണ്ട. നീ അയാളുടെ കൂടെ എത്രമാത്രം സന്തോഷത്തിലാണെന്ന് ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. അതിൽ കൂടുതലൊന്നും ഇനി നിനക്ക് എന്നോട് പറയാനില്ലെന്ന് ഞാൻ കരുതുന്നു. ആര്യൻ ദുബായിലാണെങ്കിലും ഇങ്ങനെയൊരു ബന്ധമുണ്ടാകുമെന്നും ഇവിടെ വെച്ച് എന്നെയും മാമിയും നീ കാണുമെന്നും ഒട്ടും പ്രതീക്ഷയില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. ഋതു, നീ ഓരോന്ന് പറഞ്ഞ് എന്നെ ബോധിപ്പിക്കണ്ട. ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു ശത്രുവായിട്ട് വരുമെന്ന് പേടിക്കുകയും വേണ്ട. ഞാനൊരു ശല്യത്തിന് നിന്റെ അടുത്തേക്ക് വരില്ല. ഞാൻ നിന്നെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കാണുന്നു, അതും ആദി സാറിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയായിട്ട്. ആ ഒരു ബന്ധം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ നിന്നോട് പെരുമാറുകയുള്ളൂ. അവൻ അവളോട് പറഞ്ഞു. ഇതൊന്നും ആരോടും അവൾ പറഞ്ഞു തുടങ്ങി. നിന്റെ വിളി വന്നപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് പറയാനായിരിക്കും നീ എന്നെ വിളിക്കുന്നതെന്ന്. നീ പേടിക്കണ്ട. ഞാൻ കാരണം നാട്ടിലുണ്ടായിരുന്ന നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആരും അറിയില്ല, നിന്റെ ഭർത്താവ് പോലും. അവൻ പറഞ്ഞു. ആമി, അവൾ പറയുമോ എന്നുള്ള സംശയത്തോടെ ഋതു ചോദിച്ചു. അവൾ ഒട്ടും പറയില്ല. അങ്ങനെ പറയാനായിരുന്നുവെങ്കിൽ അവിടെ വെച്ച് ആരിൻ്റെ ഒപ്പം നിന്നെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് നിന്നെ അറിയാമെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾ പറഞ്ഞേനെ. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. സോറി, അവൾ അവസാനം അവനോട് പറഞ്ഞു. എന്തിനാ ഋതു സോറിയൊക്കെ? അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. മനുഷ്യരൊക്കെ അങ്ങനെ തന്നെയാണോ? എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബെറ്റർ ആയിട്ടുള്ളത് കാണുമ്പോൾ അവർ തിരഞ്ഞെടുക്കും. അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എൻ്റെ ആമിയെ പോലെയുള്ള കുറച്ചു പേർ മാത്രമേ ഉള്ളൂ എത്ര വലുത് കണ്ടാലും അങ്ങനെ മോഹിക്കാതെ നിൽക്കുന്നത്. അതുപോലെ എല്ലാവരും ആകണമെന്നില്ല. തനിക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? അവൻ അവളോട് ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. ശരി. അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ഫോൺ വെച്ചു. ആരാ ഋതു? പെട്ടെന്ന് പുറകിൽ നിന്നും ആര്യൻ ചോദിച്ചതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാ. അവളിവിടെ ദുബായിലുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ വിളിച്ചു ചോദിച്ചതാ. അവൾ പെട്ടെന്ന് അവനോട് മറുപടി പറഞ്ഞു. അതെയോ? എങ്കിൽ നമുക്ക് ഫ്രണ്ടിനെ പോയി കാണാം. ഇവിടെ അടുത്തുള്ളതാണോ? അവൻ സംശയത്തോട് ചോദിച്ചു. വേണ്ട, അവൾ നാട്ടിൽ പോയി. അവൾ പെട്ടെന്ന് പറഞ്ഞു. അത് കഷ്ടമായിപ്പോയല്ലോ. അതിനവളൊന്ന് മൂളി. എങ്കിൽ എൻ്റെ ഋതു പോയി റെഡിയായിട്ട് വാ, നമുക്ക് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി തലയാട്ടി. ദിവസങ്ങൾ ഓരോന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ആമി ഓഫീസിൽ പോകും, തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരും. ഓഫീസിൽ വെച്ച് ആദ്യം കാണുമെങ്കിലും അവൾ മാക്സിമം ആദ്യം തന്നിൽ നിന്നും അകറ്റി നിർത്താനാണ് ശ്രമിച്ചത്. അത് ആദ്യക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ആദ്യം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. തനിക്ക് അവനെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ ഒരു യോഗ്യതയുമില്ലെന്ന് അവൾക്ക് സ്വയം തോന്നി. അതുമാത്രമല്ല, ജസ്റ്റിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ പെട്ടെന്ന് അംഗീകരിക്കാൻ അവൾക്കൊട്ടും കഴിഞ്ഞിരുന്നില്ല. ഫെലിക്സിനോട് തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം സാൻഡ്ര തുറന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ പേരിൽ അവനെ ശല്യം ചെയ്യാനോ അത് പറഞ്ഞ് അവൻ്റെ പുറകെ നടക്കാനോ അവൾ ശ്രമിച്ചിരുന്നില്ല. പഴയതുപോലെ തന്നെയാണ് സാന്ദ്ര അവനോട് പെരുമാറിയത്. തന്നോട് ആ കാര്യം പറഞ്ഞ് വീണ്ടും വീണ്ടും തന്നെ ശല്യം ചെയ്യാൻ ശ്രമിക്കാതെ തന്നോട് പഴയതുപോലെ തന്നെ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സാന്ദ്രയോട് അവന് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും തോന്നി. അവൻ പഴയതുപോലെ തന്നെ അവളോടും ഒരു ഗ്യാപ്പുമില്ലാതെ സംസാരിച്ചു. ഒരു ദിവസം, അനു, നീ എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്? നിന്റെ ഫോൺ ഇത്രയും ദിവസം സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. അവൾ സംശയത്തോടെ ചോദിച്ചു. എന്നാൽ അനു അതിന് ഒന്നും മിണ്ടിയില്ല. അവൾ മിണ്ടാൻ നിൽക്കുന്നത് കണ്ട് ഷെലിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ കാരണമാണ് എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. അവൾ ദേഷ്യത്തോടെ അനാമികയോട് പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എൻ്റെ ഒപ്പം നിൽക്കണമെന്ന്. നീ എൻ്റെ കൂടെ നിന്ന് ആദ്യം അത് കണ്ടുപിടിച്ചതിന്, നിന്റെ ജോലി പോയതിനൊക്കെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? അനാമിക അവളെ കൈയൊഴിയുന്നത് പോലെ സംസാരിച്ചു. ആദി സാറ് പറഞ്ഞത് കറക്റ്റാ. നിനക്കെപ്പോഴും നിന്റെ കാര്യം മാത്രമാണ് താല്പര്യം. നിന്റെ ഇഷ്ടങ്ങൾ നടക്കാനും നേടിയെടുക്കാനും വേണ്ടി നീ ആരുടെയും കൂടെ നിൽക്കും. ഷെലിൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അത് നിനക്ക് മനസ്സിലായല്ലോ, നന്നായി. അനാമിക ലാഘവത്തോടെ അവളോട് പറയുന്നത് കേട്ടതും അവൾ ഒന്നും മിണ്ടിയില്ല. ഇനി നീ സാറിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഷെലിൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിന് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അവൻ ആ ആമിയെ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ചെയ്യട്ടെ. അവൾ പുച്ഛത്തോടെ പറഞ്ഞതും ഷെലിൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ മറ്റൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. വസ്ത്രം മാറുന്നത് പോലെ അടുത്ത ആളിനെ തൻ്റെ ജീവിതത്തിലേക്ക് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ലാഘവത്തോടെ പറയുന്ന അവളെ ഷെലിൻ പുച്ഛത്തോടെ നോക്കി. ആദിയുടെ ഒപ്പമൊന്നും വരില്ലെങ്കിലും അവന് നല്ലൊരു പണക്കാരനാ. ഇനി അങ്ങോട്ട് എനിക്ക് അവനെ മതി. ഞാൻ വേണമെങ്കിൽ അവനോട് പറഞ്ഞിട്ട് നിനക്ക് അവിടെ ഒരു ജോലി വാങ്ങിച്ചു തരാം. അവൾ പുച്ഛത്തോടെ ഷെലിനെ നോക്കി പറഞ്ഞു. വേണ്ട, ഇനി അതിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും സഹായം നാളെ എനിക്ക് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടി വന്നാലോ? നിന്നോടുള്ള ഒരു സൗഹൃദം കൊണ്ട് മാത്രമാണ് ഞാൻ നിൻ്റെ ഒപ്പം നിന്നത്. നിനക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ സഹായിക്കണമല്ലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ നീ നിൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവളാണെന്ന് ഞാൻ കരുതിയില്ല. ഇനി എന്തായാലും നീ കാരണം എനിക്കൊരു ജോലിയും വേണ്ട. എനിക്കുള്ള ജോലി ഞാൻ തന്നെ കണ്ടെത്തിക്കോ. ഷെലിൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. അത് കണ്ടതും അവൾക്ക് പിന്നെ ഒന്നും അനാമികയോട് പറയാൻ തോന്നിയില്ല.
എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുക. ഷെലിൻ അവളെ നോക്കി പറഞ്ഞിട്ട് അവളുടെ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി. അനാമിക അവൾ പോകുന്നത് നോക്കി ചിരിച്ചു. എന്നിട്ട് തൻ്റെ ഫോൺ എടുത്തു. ബേബി, അവൾ വിളിച്ചുകൊണ്ട് വാതിലടച്ചു. ഓഫീസിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആമിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അവൾ നോക്കിയതും ഒരു വാട്സപ്പ് കോൾ ആയിരുന്നു. റീനു എന്ന് കണ്ടതും അവൾ സംശയത്തോടെ കോൾ എടുത്തു. റീനു മോളെ, എന്താ? അവൾ പെട്ടെന്ന് ആവലാതിയോടുകൂടി അവളോട് ചോദിച്ചു. ഒന്നുമില്ല ആമി ചേച്ചി, ഞാൻ വെറുതെ വിളിച്ചതാ. അവൾ ആമിയോട് മറുപടി പറഞ്ഞു. അല്ല, മോളങ്ങനെ എന്നെ വിളിക്കാറില്ലല്ലോ. പെട്ടെന്ന് നിൻ്റെ കോള് കണ്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. ആൻറ്റിക്ക് എന്തേലും ആണോ എന്നൊക്കെ ഞാൻ പേടിച്ചു. ആമി പെട്ടെന്ന് അവളോട് മറുപടി പറഞ്ഞു. അല്ല ചേച്ചി, എനിക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. അവൾ ആമിയോട് പറഞ്ഞു. എന്താ മോളെ കാര്യം? എന്താ പ്രത്യേകിച്ച്? ആമി സംശയത്തോട് ചോദിച്ചു. ചേച്ചിക്ക് എന്നോട് ദേഷ്യമാണോ? എന്തിനാ മോളെ എനിക്ക് നിന്നോട് ദേഷ്യം? അതിന് നീ എന്താ എന്നെ ചെയ്തത്? ആമി സ്നേഹത്തോടെ തന്നെ അവളോട് പറഞ്ഞു. മമ്മി എന്നോട് അപ്പോഴേ പറഞ്ഞു, ഞാൻ ചേച്ചിയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ തന്നെയായിരിക്കും മറുപടി പറയുന്നതെന്ന്. ചേച്ചിക്ക് അങ്ങനെ ആരോടും ദേഷ്യം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്ന്. റീനു പുഞ്ചിരിച്ചു. അതിനെനിക്ക് മോളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ ഞാൻ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നേ? ആമി തിരികെ അവളോട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ചു നേരത്തേക്ക് അവിടെ മൗനം മാത്രമായിരുന്നു മറുപടി. എന്താ മോളെ, എന്താ നീ ഒന്നും മിണ്ടാത്തേ? അവളുടെ ശബ്ദം കേൾക്കാഞ്ഞതും ആമി സംശയത്തോട് ചോദിച്ചു. ചേച്ചി എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോൾ അത് മാത്രമേ ചേച്ചിയോട് പറയാൻ പറ്റുള്ളൂ. അവൾ സങ്കടത്തോടെ ആമയോട് പറഞ്ഞു. അതിന് മോൾ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ മോളോട് ക്ഷമിക്കേണ്ടത്? അവൾ തിരികെ അവളോട് ചോദിച്ചു. ചേച്ചി അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ ചേച്ചിയോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ചാച്ചനും ചേച്ചിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, അതിന് ഞാൻ ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി കാരണം ചാച്ചൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്നും ഋതുചേച്ചിയെ ചാച്ചൻ വിളിക്കാത്തത് ചേച്ചി കാരണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയെ വിളിക്കുന്നതിനും ചേച്ചിയോട് സംസാരിക്കുന്നതിനൊക്കെ ഞാൻ ചാച്ചനോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, മിണ്ടാതിരുന്നിട്ടുണ്ട്, ചാച്ചനോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഋതു ചേച്ചി ചാച്ചനെ ചതിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഋതു ചേച്ചിക്ക് ചാച്ചനോടുള്ള ഇഷ്ടം സിൻസിയർ ആയിരിക്കുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഋതു ചേച്ചി ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ അതും പറഞ്ഞ് ഞാൻ ചാച്ചനോട് വഴക്കുണ്ടാക്കിയിരുന്നത്, ചാച്ചനെ ഞാൻ വിഷമിപ്പിച്ചിരുന്നത്. സോറി ചേച്ചി. ആമി ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ഒരിക്കലും ചേച്ചി ഒന്നും പറയില്ല. ചാച്ചൻ്റെ കൊണ്ടുപോയതിനു പോലും ഞാൻ ചാച്ചനോട് വഴക്കുണ്ടാക്കി. എപ്പോഴും ചേച്ചിയുടെ പുറകിലാണെന്ന് പറഞ്ഞ് ചാച്ചനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. പക്ഷെ എൻ്റെ ചാച്ചനായിരുന്നു ശരിയെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. എൻ്റെ ചാച്ചൻ്റെ നല്ല മനസ്സായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചേച്ചിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. അവൾ സങ്കടത്തോടെ ആമിയോട് പറഞ്ഞു. അവളുടെ സങ്കടം കേട്ട് ആമിക്കും വിഷമം വന്നിരുന്നു. മോളെ റീനു, ഞാൻ നിന്നെ എൻ്റെ ജുവാനയെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. നീ എന്നെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഫെലിക്സിനോട് നിന്നെപ്പറ്റി സംസാരിക്കും, നിന്നെപ്പറ്റി ചോദിക്കും. എൻ്റെ ജുവാന എന്നോട് ദേഷ്യപ്പെടുമ്പോഴും പിണങ്ങിയിരിക്കുമ്പോഴും ഞാനതൊക്കെ ക്ഷമിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് എനിക്ക് നീയും. അനിയത്തിമാർ തെറ്റ് ചെയ്യുമ്പോൾ ചേച്ചിമാരത് കണ്ടില്ലെന്ന് വെക്കില്ലേ? അത്രേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ഒരിക്കലും എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും അവനോട് പറയും എൻ്റെ കാര്യം നോക്കാതെ അവൻ്റെ കാര്യം നോക്കി ജീവിക്കണമെന്ന്. പക്ഷേ അവൻ്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാലോ. ഋതു, അവൾ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും അവൻ ഋതുവിനോടൊരു ദേഷ്യവും കാണിച്ചിട്ടില്ല. ഞങ്ങൾ ഋതുവിനെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ പോലും അവൻ അവളോട് അതിന് പ്രതികരിക്കാനോ മറ്റുള്ളവരുടെ മുൻപിൽ അവളെ താഴ്ത്താനോ അവൻ ശ്രമിച്ചില്ല. ആമി പറഞ്ഞതും റീനു ഞെട്ടി. ഋതു അവിടെയുള്ള കാര്യം അവർക്കാർക്കും അറിയില്ലായിരുന്നു. അതിന് ഋതു ചേച്ചി അവിടെയുണ്ടോ? അവൾ സംശയത്തോടെ ആമയോട് ചോദിച്ചതും ഋതു അവിടെ വന്ന കാര്യവും മറ്റും അവൾ പറഞ്ഞു. എൻ്റെ ചാച്ചന് വിഷമമാണോ ചേച്ചി? ആ വിഷമം മറച്ചു വെച്ചാണോ ഞങ്ങൾ എന്നും വീഡിയോ കോൾ ചെയ്ത് ചിരിച്ച് സംസാരിക്കുന്നത്? അവൾ സങ്കടത്തോടെ ആമയോട് ചോദിച്ചു. ഇല്ല മോളെ, ആദ്യം അവളെ കണ്ടപ്പോൾ അവനൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. അവൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ പിന്നെ അവൻ മാത്രം എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നേ? ഇപ്പോൾ അവന് യാതൊരു കുഴപ്പമില്ല. ആമി പറഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. ചേച്ചി ഓഫീസിലാണോ? അവൾ സംശയത്തോട് ചോദിച്ചു. അതെ മോളെ, ഓഫീസിലാ. എങ്കിൽ ശരി ചേച്ചി, ഞാൻ വിളിച്ച കാര്യം ചാച്ചനെ കാണുകയാണെങ്കിൽ പറയണം. അവൾ പറഞ്ഞതും ആമി ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഒരു മാസത്തിന് ശേഷമുള്ള ഒരു ദിവസം ആമി ഓഫീസിൽ തൻ്റെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആമി പെട്ടെന്ന് പുറത്തുനിന്നും ഒരു വിളി കേട്ടതും അവൾ തല ഉയർത്തി പുറത്തേക്ക് നോക്കി. വൈകിട്ട് എൻ്റെ ഒപ്പം വരണം, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പു 2 ദിവസമായിട്ട് നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. ആദ്യം അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. വൈകിട്ട് ആദ്യ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ ആദ്യയോടൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും അവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. എന്നിൽ നിന്നും അകലാൻ നീ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അല്ലേ? ഡ്രൈവിങ്ങിനിടയിൽ പെട്ടെന്ന് അവൻ്റെ ആ ചോദ്യം കേട്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുറച്ച് നാളായി എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ആമി, നീ എന്നെ എത്രത്തോളം മാറ്റി നിർത്താൻ ശ്രമിക്കുന്നോ
അത്രത്തോളം ഞാൻ നിന്നെ എന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിൽ നിന്നും നീ അകന്നു പോകാൻ ആഗ്രഹിക്കേണ്ട ആമി. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിനക്കറിയാലോ പഴയ അതിയുടെ സ്വഭാവം. വാശി കാണിച്ചാൽ അതിനപ്പുറം വാശി കാണിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് അതൊന്നും നീ എന്നെക്കൊണ്ട് ചെയ്യിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അവൻ ഡ്രൈവിങ്ങിനിടയിൽ സീരിയസ് ആയിട്ട് അവളോട് പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല.